പുനരധിവാസത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി ചൂരൽമലയിലെ ഒരു വിഭാഗം ദുരന്തബാധിതർ സാങ്കേതികത്വം ഉന്നയിച്ച് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ് പ്രതിഷേധം പരസ്യമാക്കിയത്. കുടുംബത്തിലെ 6 പേര് നഷ്ടപ്പെട്ടു. തറവാട് വീട് പൂർണ്ണമായി പോയി. ആ വീട്ടിൽ എന്റെ അമ്മന്റെയും പ്രഭാത് എന്ന് പറയുന്ന എന്റെ അനിയന്റെയും റേഷൻ കാർഡ് ഒന്നായിട്ട് പോലും അവനെ ഇതിന്ന് പുറന്തള്ളിയിരിക്കുകയാണ്. 410 ഗുണഭോക്താക്കളെ ദുരന്തബാധിതരായി സർക്കാർ അംഗീകരിച്ചെങ്കിലും ഉരുൾപൊട്ടലിൽ ജീവിതമില്ലാതായ നിരവധി പേരാണ് ഇപ്പോഴും അപേക്ഷയുമായി പുറത്തു നിൽക്കുന്നത്. സാങ്കേതികത്വം ഉന്നയിച്ച് അധികൃതർ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത 80ഓളം കുടുംബങ്ങളുണ്ട്. സർക്കാർ നിശ്ചയിച്ച ദൂരപരിധിയിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലെയാണെന്ന് പറഞ്ഞാണ് ദുരന്തത്തിനിരയായവരെ ഒഴിവാക്കുന്നത്. പാടികളിൽ താമസിക്കുന്നവരും ഒറ്റപ്പെട്ടുപോയ പടവെട്ടിക്കുന്നുകാരും ഉൾപ്പെടെയുള്ളവരും സമരരംഗത്ത് ഉണ്ട്. പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും അംഗീകരിക്കാതെ വന്നതോടെയാണ് ഇവർ സമരം പ്രഖ്യാപിച്ചത്. 31-ാം തീയതി റിപ്പോർട്ട് വരേണ്ടതാണ്. ഇന്നിപ്പോ ഒരു മാസവും കൂടെ കഴിയാൻ പോവാണ്. ഇപ്പോഴും ആളുകൾ ലിസ്റ്റിൽ വരാതെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത മഴക്കാലം വരാൻ പോകുന്ന അവസ്ഥയിൽ ഈ ആളുകൾ ഇവരെന്ത് ചെയ്യും? പടവെട്ടിക്കാരി ഇനി എങ്ങനെ പോവുക വഴിയിൽ? ഈ ആളുകൾക്ക് നീതി കിട്ടണം. നീതി കിട്ടാത്ത പക്ഷം ഇവര് ഈ പറയുന്ന ഉദ്ഘാടന വേളയിൽ ഇത്രയും ആളുകൾ, ഇതൊന്നല്ല ആളുകൾ, 100-ൽ താഴെ ആളുകൾ കുടുംബസമേതം എൽസൺ എസ്റ്റേറ്റിൽ വന്ന് കുടിൽ കെട്ടി താമസിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. മാതാപിതാക്കളും വീടും നഷ്ടമായ അനന്തരാവകാശികളായ വിവാഹിതരായ പെൺമക്കളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അച്ഛൻ ഞങ്ങൾ 3 പേരെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ടാണ് ആ ലിസ്റ്റിൽ പേര് വരില്ല. കളക്ടറേറ്റിൽ പല പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി, എന്നെ ഇറക്കി വിട്ട്. സർക്കാർ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം കളക്ടറേറ്റിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ എന്നെ ഇറക്കി വിട്ട്. പെൺമക്കൾ പെടൂല, അവരെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ട് തന്നെ. ഇതേപോലെ കാറ്റഗറിയിൽ കിട്ടിയവരുണ്ട്, അതുപോലെ എനിക്കും കിട്ടണം. എനിക്ക് വീടില്ല ഇരിക്കാൻ. മനുഷ്യത്വമാണ് പുനരധിവാസത്തിന് അടിസ്ഥാനമെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ ഈ വാക്കിന് ഒരു വിലയുമില്ലാതായെന്നാണ് സമീപനത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്.